ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വിമൻസ് വാർഡ്രോബ് ഓർഗനൈസേഷനും അതുപോലെ വൂളൻ ക്ലോത്ത്സിൻ്റെ അറേഞ്ച്മെൻറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സിൻ്റെ ഫോൾഡിംഗ് ടിപ്സുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിനു മുന്നേ വാർഡ്രോബ് ഓർഗനൈസേഷൻ്റെ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് രണ്ടിലും വിമൻസ് വാർഡ്രോബിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൽ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മളുടെ ഷോർട്ട് ലെങ്ത് ഉള്ള ടോപ്സ് എല്ലാം ഒരു സെക്ഷനിൽ, പിന്നെ അതുപോലെ തന്നെ ലോങ് ലെങ്ത് ഉള്ള ടോപ്സ്, നീ ലെങ്ത് ഉള്ള ടോപ്സും എല്ലാം ഒരു സെക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുർത്തീസും എല്ലാം ഒരുമിച്ച് തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ജീൻസും പിന്നെ ഗൗണും അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചേക്കുന്നത്. കാരണം രണ്ടും കൂടെ വന്നാലും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വരുന്നില്ല. അപ്പം ആ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നിരത്തി വെക്കാനും മാത്രമുള്ളൊരു സ്പേസ് ഇല്ല. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൽവാറിൻ്റെ ടോപ്പില്ലേ, അതെല്ലാം ഒരേ സെക്ഷനിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ എങ്ങനെ ഫോൾഡ് ചെയ്തേക്കുന്നുള്ളത് ഇതിന് ശേഷമുള്ള സെക്ഷനിൽ കാണിക്കാം. ടോപ്സ് എല്ലാം ഒരേ സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നമുക്കത് ഏതാ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ടൊരു എളുപ്പമുണ്ട്. പിന്നെ നമ്മളുടെ പലാസോസ്, സ്കേർട്സ് അതെല്ലാം ഒരേ സെക്ഷനിലായിരിക്കും. പിന്നെ സാരികളാണ്. സാരികളെന്ന് പറയുമ്പോഴത്തേക്കിനും അതങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ല, വല്ലപ്പോഴും മാത്രം എടുക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എപ്പോഴും കവർ ചെയ്ത് വെക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് കാഞ്ചീപുരം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എപ്പോഴും ആ ഒരു കാറ്റ് കയറുന്ന അവിടെ വെക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലും തുണിയിൽ കവർ ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള, ഞാനിപ്പോൾ ഇങ്ങനത്തെ 1-2 കവറിൽ വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ക്ലോത്ത് മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ കവർ ചെയ്ത് വെച്ചാലും നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൽ വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവറിൽ മാത്രം വെച്ച് അത് താഴേക്ക് തെന്നി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇത് വെക്കാനായിട്ട് നമ്മളിനി എക്സ്ട്രാ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങുമൊന്നും വേണ്ട. ഇതുപോലുള്ള ജാക്കറ്റ്സ് ഒക്കെ വാങ്ങുന്ന കവർ എന്തായാലും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിൻ്റെ കവേഴ്സ് കിട്ടുമല്ലോ, ക്ലോത്ത് മെറ്റീരിയലിൻ്റെ, അപ്പോൾ അതിലാക്കി വെച്ചാലും മതി. കസവുള്ള സാരിയൊക്കെ വെക്കാനായിട്ട് നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലത് തുണിയിൽ കവർ ചെയ്ത് വെക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് മിക്സ് വരുന്ന കവേഴ്സ് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം ഉള്ളതും എല്ലാം എടുത്തിട്ട് ഇതുപോലെ സാരി കവർ ചെയ്ത് വെച്ചു. ഇല്ലാത്തതിനെ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ വെച്ചു. പിന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറിൽ വെക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതെനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഏതാ അതിനുള്ളിൽ ഇരിക്കുന്നതെന്നുള്ളത്. ഇനി നമ്മുടെ കബോർഡിൽ ഒരുപാട് സ്പേസ് എടുക്കുന്ന ഐറ്റംസ് ആണ് വിൻ്റർ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ വിൻ്റർ വരുന്ന സമയത്ത് നമ്മൾ 2-3 മാസമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതേസമയം വിൻ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ കബോർഡിൽ തന്നെയാണ് വെക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോഴത്തേനും ഒരുപാട് സ്പേസ് എടുക്കും. ആ ഒരു സ്പേസ് നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന വിൻ്റർ ക്ലോത്ത്സ്, എല്ലാവരുടെയും വിൻ്റർ ക്ലോത്ത്സ് എടുത്ത് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതെല്ലാം മടക്കിയിട്ട് ഒരു കവറിലാക്കി മാറ്റി വയ്ക്കുക, കബോർഡിൽ നിന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് സ്പേസിൽ വെച്ചാൽ നമുക്ക് അടുത്ത വിൻ്റർ ആകുമ്പോൾ എടുത്താലും മതി. അതിനകത്ത് അങ്ങനെ സ്മെല്ല് വരുവോ പൂപ്പൽ വരുവോ ഒന്നും ചെയ്തില്ല. പിന്നെ അതുപോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തനുസരിച്ച് പൊതും ഇതുപോലെ ഞാൻ കവറിലാക്കിയിട്ട് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് നമ്മളുടെ ജാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബാഗില്ലേ, അതൊരു ക്ലോത്തിൻ്റെ ബാഗാണല്ലോ, അതിലാക്കിയിട്ട് കബോർഡിൽ വെക്കുന്നില്ല. നമ്മുടെ സോഫയുടെ താഴെയുള്ള സ്റ്റോറേജ് സ്പേസിലോ അല്ലാന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയാണെങ്കിലോ വെക്കാം. കാരണം അതൊന്നും നമ്മൾ എപ്പോഴും എടുത്ത് പൊക്കി നമുക്ക് ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത വിൻ്റർ ആകുമ്പോൾ മാത്രം ഇത് അവിടെ നിന്ന് എല്ലാ സെറ്റും കൂടെ പുറത്തേക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് ലേഡീസ് വാർഡ്രോബിൽ കുറച്ച് ക്ലോത്ത്സ് എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്നും കൂടെ നോക്കിയിട്ട് ഞാൻ എങ്ങനെ അതെല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ നോക്കാം. ഇനി ഇതെല്ലാം അയൺ ചെയ്തില്ലെങ്കിലും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മറിഞ്ഞു പോകത്തോ ബുദ്ധിമുട്ടാവത്തോ ഒന്നുമില്ല. നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ കാണാൻ ഈസി ആയിരിക്കും.
ഇതുപോലെ നീളത്തിൽ തന്നെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ അടുക്കിയ വെക്കുന്നെങ്കിൽ അങ്ങനെ നീളത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഒരു ബോക്സിലാക്കി വെക്കുവാണെങ്കിൽ അങ്ങനെയാണ് വെക്കുന്നവർക്ക് ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ കുറേ ലെഗിങ്സ് അല്ലെങ്കിൽ കുറേ പാൻസ് ഒക്കെ ഇതുപോലെ ഒരുമിച്ച് മടക്കിയിട്ട് ആ ബോക്സിലാക്കി വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെയൊക്കെ തന്നെ ആ തയ്യൽ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും കൂടി കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇതിപ്പോൾ ഒരു ഹൈനെക്ക് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ നോർമൽ ടീഷർട്ടാണ് ഫോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു നെക്കിൻ്റെ പോർഷൻ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് കാണും കേട്ടോ. എന്നിരുന്നാലും ഇത് കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ആർക്കെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉള്ളൊരു കാര്യം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ബാഗിൽ വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഈ ടൈപ്സ് ടോപ്പ് ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് വളരെ അതിൻ്റെ ഒരു മെറ്റീരിയൽ ആണെങ്കിലും കാണുമ്പോൾ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് നമ്മൾ വെച്ചേക്കുന്ന ഭാഗം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് പാടാം. അത് കൂടുതലും ഹാങ് ചെയ്യുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. ഹാങ്കറിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത്. ഇനി അതല്ല, അതിനുള്ളൊരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഒന്നും കൂടെ മടക്കാം. ഇനി ഇതല്ലാതെ ചില ടോപ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ലീവ്സിൻ്റെ പോർഷനൊക്കെ ഇതുപോലെ അംബ്രല്ല കട്ട് പോലെ ആയിരിക്കത്തില്ലേ, അത് ചെയ്യാനുള്ളത് അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ആ സ്ലീവ്സ് മാത്രം അകത്തേക്കാക്കി വെക്കാം ആദ്യം. അതിനുശേഷം അത് നോർമലി ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അംബ്രല്ല കട്ടാണല്ലോ, ആ രണ്ട് ഭാഗം അത് രണ്ട് സൈഡിലേക്കുള്ളത് അത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ആദ്യം അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലി ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് അത്യാവശ്യം സൈസുള്ള അനാർക്കലി ടോപ്പ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ അത് നമ്മൾ മടക്കി വരുമ്പോഴത്തേക്കിനും നല്ല ഒതുങ്ങി തന്നെ വരും. ഇനി നമുക്ക് ഇതുപോലെയുള്ള ലെങ്തി ടോപ്പാണെങ്കിൽ രണ്ട് തരത്തിൽ മടക്കാനായിട്ട് പറ്റും.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുൻപിട്ടിരുന്ന വാർഡ്രോബ് ഓർഗനൈസേഷൻ്റെ വീഡിയോസിൽ നമ്മളുടെ ഇതുപോലെയുള്ള സ്കാർവ്സും അതുപോലെ തന്നെ ഷോൾസും ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് അറിയിക്കുക കമൻറ്റ് ചെയ്തിട്ട്. ഇതിലേതെങ്കിലുമൊക്കെ ടിപ്സ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക. അതുപോലെ തന്നെ ഇതല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ പലർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് എൻ്റെ അടുത്തും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അതെനിക്കും ഹെൽപ്ഫുൾ ആകും. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുവാണെങ്കിൽ അവരും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.